നമ്മുടെ ജീവിതത്തിൽ 3 സ്റ്റേജസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. നമ്മുടെ കുട്ടിക്കാലം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ അഡൽട്ട്ഹുഡ്, പിന്നെ നമ്മുടെ വയസ്സാവുന്ന കാലഘട്ടം. ആർക്കും വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമല്ല. പക്ഷേ എന്തായാലും നമ്മൾ ഈ ഫേസസൊക്കെ കടന്നു പോയേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ യങ്ങർ ഏജ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലമാണ് ഏറ്റവും ഐഡിയലായിട്ട് നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഓടിക്കളിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കളിക്കും, ഒരുപാട് ഗെയിംസ് നമ്മൾ കളിക്കാറുണ്ട് അല്ലേ. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത തിരക്കിലേക്ക് നമ്മൾ പഠനകാലം അതൊക്കെ വരും. പക്ഷേ കുട്ടിക്കാലത്ത് നമ്മൾ ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പോർട്ടിൽ ഏർപ്പെടുക. എന്തെങ്കിലും ഒരു സ്പോർട്ടിൽ നിങ്ങളുടെ പാരൻസ് ആസ് എ പാരൻറ്റ് നിങ്ങളുടെ കുട്ടികളെ ഒരു സ്പോർട്ടിന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അവരുടെ ഒരു ഫിറ്റ്നസ് ജേർണി അവർക്ക് സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞിട്ട് അവരുടെ അഡൽട്ട്ഹുഡിലേക്ക് അവർ കടക്കുമ്പോൾ പഠനകാലമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ കളികളിലേക്കോ ഒന്നും പോകാനായിട്ട് അവർക്ക് സമയം കിട്ടില്ല. പഠനമായിരിക്കും ഏറ്റവും മുഖ്യമായിട്ട് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ അപ്പോഴും ആസ് പാരൻസ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനം പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഹെൽത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അപ്പോൾ അവരെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കരാട്ടെ ക്ലാസ്സസിന് ജോയിൻ ചെയ്യിപ്പിക്കാം, സ്വിമ്മിങ് ക്ലാസ്സസിന് ജോയിൻ ചെയ്യിപ്പിക്കാം, റണ്ണിങ് ക്ലബ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഫാക്ടേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ആസ് പാരൻസ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മളുടെ ഒരു ഒരു മിഡ് ലൈഫ്, നമ്മൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ ഒരുപാട് കാശുണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിൽ പലരും നിങ്ങളുടെ ആരോഗ്യം മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ അധ്വാനിച്ച് കാശുണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രായമാവുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഈ ക്രോണോളജിക്കൽ ഏജും ബയോളജിക്കൽ ഏജും രണ്ട് ഡിഫറൻ്റ് ആണ്. നമ്മൾ ആക്റ്റീവാണ്, ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് കലണ്ടറിലുള്ള സംഭവമാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രായം ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏജ് കൂടുന്തോറും നിങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങളുടെ മസിൽ മാസിനെ പ്രിസർവ് ചെയ്യാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സാർക്കോപീനിയ എന്ന് പറയുന്ന അസുഖം ഒരു 30 വയസ്സിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസിൽ മാസിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. അപ്പോൾ ഈ 4 ഫേസസ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു പ്രായം ആവുന്ന ഒരു 60+, 70+ ഒക്കെ പോകുമ്പോഴും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ആരോഗ്യം ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.